ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫൈനൽ ഡേ ആണുള്ളത്. ഇവിടുന്ന് തിരിച്ചു പോകും. ഇപ്പോൾ ഹോസ്റ്റലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈ പ്രൈസിൽ തന്നെ ആകെ 1850 ശ്രീലങ്കകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബ്രെഡും ഓംലേറ്റും ആൻഡ് ഫ്രൂട്ടും ഉണ്ട്. അതിൻ്റെ കൂടെ ജ്യൂസ് ഒന്നും അടിപൊളി. ബൈ ബൈ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സാധനം വെക്കാനൊക്കെ പറ്റും. നമുക്ക് പക്ഷെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്ന് 2-3 റൗണ്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാത്തിലും ടിപ്പ് എടുത്ത് പോകുന്ന വിചാരിക്കുന്നത്. സോ നമ്മളെന്തായാലും ലഗേജ് ഒക്കെ എടുത്ത് ഇറങ്ങി. സ്റ്റേ അത്ര ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബെഡൊക്കെ ഒരു ഭയങ്കര സൗണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ എ സി കണ്ടീഷൻ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രൈസിന് വേർത്തായിരുന്നു. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അത് വെച്ച് നോക്കുമ്പോൾ പ്രൈസിന് വേർത്താണ്. ഇവിടെ ഒന്നും നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല. ബിൽഡിങ് തന്നെ കാണണം. അന്തം വിട്ട ഞാൻ ഈ ബിൽഡിംഗ് എത്തിയ സമയത്ത്. കാരണം അങ്ങനത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ്. പക്ഷെ ഇതിനകത്ത് 2-3 ഹോസ്റ്റലുണ്ട്. അപ്പോൾ വേറെ ഹോസ്റ്റൽസ് ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫ്രണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനാണ്. ഓരോ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അതോ ആ കാണുന്നതാണ് മങ്കി ഹോം. ഇത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന റൂം. ഈ നേരെ മേലെ കാണുന്ന തന്നെ. സോ ഈ റെയിൽവേ സ്റ്റേഷന് സൗണ്ടും ഉണ്ട്. ആകെ മൊത്തം ജഗല് പുകിലാണ്. അപ്പോൾ ബസ്സിന് വെറും 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് 5 മിനിറ്റോട് ഇവിടെ എത്തുകയും ചെയ്തു. 5 മിനിറ്റ് വേണ്ടി വന്നില്ല. അപ്പോൾ ഇങ്ങനെ അവരോട് എത്തി. ഇതാണ് ലോട്ടസ് ടവർ. ഇവിടുത്തെ മെയിൻ ടവറാണ്. ഇതിൻ്റെ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊളംബോ സിറ്റി കാണാമെന്ന് പറഞ്ഞാൽ നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം കുറച്ച് എമൗണ്ട് കൂടുതലാണ്. $20 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിഗ്രിയ ഫോർട്ട് കയറിയ പ്രൈസായി 75 ദിറംസായി. എൻ്റെ അമ്മോ. ഏതായാലും കൊളംബോയിൽ വന്ന കൊളംബോ ടവർ കയറാതിരിക്കണ്ട. കൊളംബോ ലോട്ടസ് ടവർ. ഹായ്. അതാണ് ലിഫ്റ്റ് കയറി മേലോട്ട് പോകാനുള്ള വച്ച് എത്ര ഫ്ലോർ ഉണ്ടെന്നൊക്കെ ഉള്ളത്. പൊളിയാണ്. ഏതാ വ്യൂ നോക്ക്. കുളമ്പ് മൊത്തം കാണാം കേട്ടോ. അതുമല്ല ഇവിടുന്ന് ഓരോന്ന് എന്തൊക്കെയാണ് കാണാന്നുള്ളത് ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. സുഗതദാസ് സ്റ്റേഡിയം അതാ ഇവിടെ കാണുന്ന. അതേപോലെ തന്നെ 15,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിന്റെ മേലത്തെ കാണുന്നത്. ആകെ 29 ഫ്ലോറേ ഉള്ളൂ കേട്ടോ. താഴോട്ടൊക്കെ ട്രെയിനൊക്കെ അടിപൊളിയാണ്. നല്ല റെയിൽവേ ട്രാക്കൊക്കെ ടോപ്പുന്നതാണ്. ഡ്രോൺ വ്യൂ നല്ലൊരു അടിപൊളി ഏരിയൽ വ്യൂ ആണ് ഉണ്ടത്. അടിപൊളി. 1-2 ക്രിക്കറ്റ് സ്റ്റേഡിയം അടുത്തടുത്ത് തന്നെ ഉണ്ട്. പിന്നെ കണ്ണത്താ ദൂരം അങ്ങനെ കിടക്കാണ് വരെ സിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഓരോന്നും ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര അത് നമുക്ക് സ്പോട്ട് ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് അതൊരു അടിപൊളി സംഭവമായി. കെലാനി റിവർ, കെലാനി ബ്രിഡ്ജ്, ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അപ്പുറത്ത് കടലാണ്, പക്ക കടൽ. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അതായത് കോട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഉള്ളു ഇവിടെ ഹയസ്റ്റ് ബിൽഡിങ്സ്. ബാക്കിയെല്ലാം ചേരി കോളനി മാതിരി ചെറിയ ചെറിയ ഷോപ്പുകളും പഴയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതിന്റെ മേലോട്ടേക്ക് 2-3 നില ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഓക്കെ, റെസ്റ്റോറൻറ്റ്, റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും. അതല്ല, എനിക്ക് ഈ ടവർ സെയിം കുവൈത്തിലുണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോട്ട് ഇവർക്കൊക്കെ അങ്ങനത്തെ ഓരോ ടവേഴ്സ് ഉണ്ട്, വ്യൂ പോയിന്റ്സ് ഉണ്ട്. സിറ്റിന്റെ നടുവ് തന്നെ ഈ ഉണ്ടാക്കിയിട്ടുണ്ടാവും സിറ്റി കാണാൻ പറ്റുന്നത്. അതിന്റെ അപ്പോൾ ഇവിടത്തേതാണ്. പക്ഷെ എനിക്ക് പ്രൈസ് കുറച്ച് ഓവറായിട്ട് തോന്നി. സംഭവം രസമുണ്ട്, കാണാൻ മാത്രമുണ്ട്, അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് 75 dirhams is too much. അതാണ് എനിക്ക് ഇവിടുത്തെ മറ്റുള്ള ടിക്കറ്റ്സിനൊക്കെ അപേക്ഷിച്ചിട്ട് തോന്നുന്നത്. സോ കണ്ടു കഴിഞ്ഞാൽ എത്ര തന്നെ ഉള്ളൂ. നമുക്ക് മേലെ പോയി ഫുഡ് കഴിക്കാനൊന്നുമില്ല. നമുക്ക് അടുത്ത ഇനി ഉൾഫാർ മോസ്റ്റിലേക്ക് പോവാം, ജാമ്യൽ ഉൾഫാറിലേക്ക് പോവാം. ഇതും ഒരു 30 രൂപയുടെ ബസ്സുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ എത്താൻ ടിപ്പ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടുന്നുണ്ട്. സിറ്റിനുള്ളിൽ ഇഷ്ടംപോലെ ബസ് ഉണ്ട്. ഇതേണ്ട പക്ക നമ്മളെ മുട്ടായി തരുമല്ല. ഇത് തന്നെയാണ് അസ്ലം മാർക്കറ്റ് എന്ന് തോന്നുന്നുണ്ടോ. എസ് എം സ്ട്രീറ്റ് കൂടെ നടന്നു പോവാൻ.
ഇതാണ് നമ്മൾ ആ ഗൂഗിളിൽ കാണുന്ന മെയിൻ എൻട്രി പോയിന്റ് കേട്ടോ. ഇത് ഈ സമയത്ത് ഓപ്പൺ ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സിറ്റ് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്തേ ഉള്ളൂ. 9:30 to 5:30 ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10:30 ഓപ്പൺ ആകുന്നുള്ളൂ. പിന്നെ മസ്ജിദ് ആയതുകൊണ്ട് തന്നെ കവർ ചെയ്ത് വരണം, അങ്ങനെ കാര്യങ്ങളുള്ളത്. ഇത് ലേഡീസിന്റെ പ്രയർ ഹാളാണ്. ഇത് നോർമലി വിസിറ്റിംഗ് അവേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഗേറ്റ് നമ്പർ 3 വഴിയുള്ളൂ. അടിപൊളി അടിപൊളിയായിട്ട് ഇതിന്റെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഉണ്ടായിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. 1908 മസ്ജിദ് അൽ ജാമിയുൽ അൽഫാർ എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിന്റെ പേര്. ഇത് പറഞ്ഞ ഒരു ഭയങ്കര മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഇതുള്ളത്. ടൂറിന് വേണ്ടിയിട്ട് ഒരാൾക്കാർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശരിക്കും എവിടേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. ഈ പള്ളിയാണ് നല്ല ലേറ്റ് ആയിട്ട് ഓപ്പണിങ്. 10:00 ഓപ്പൺ ആക്കുന്ന കാണിക്കുന്നത്. ചിലപ്പോൾ 10:00 കഴിയുമെന്നൊക്കെ പറയുന്നത്. ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യാന്നുള്ള. ഏതായാലും നമുക്ക് അധികം കാണാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊളംബോയിൽ കുറെ കാണാനുണ്ട്, കുറെ ഫേമസ് ആയ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ, അതിനുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ നമ്മളൊരു ബോംബെ സ്വീറ്റ് പറഞ്ഞിട്ട് വന്നായിരുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ബർഫി, ദോദൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഹൽവ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഹൽവ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇതാണ് വാങ്ങിച്ചത്. മസ്കത്ത് വാങ്ങിച്ചു, പിന്നെ ഫ്രൂട്ട് മസ്കത്ത് വാങ്ങിച്ചു. പിന്നെ ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര മധുരമായിട്ട് എല്ലാം കൂടി ട്രൈ ചെയ്യുന്നില്ല. സോ ഇതാണ് എന്താ പറയുക ബർഫി കേട്ടോ, അവിടുത്തെ മെയിൻ ഐറ്റംസ്. ഇവിടുത്തെ മെയിൻ വേറെ ലോക്കൽ മാർക്കറ്റിൽ പോകുന്ന സമയമില്ല, അതുകൊണ്ട് നമ്മൾ ബോംബെ സ്വീറ്റ് എന്ന് പറഞ്ഞ ഷോപ്സ് ഉണ്ട്, ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ബോംബെ സ്വീറ്റ്സിൽ ജ്യൂസ് കുടിക്കല് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ബെസ്റ്റ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് കൂടെ, പള്ളി ഓപ്പൺ ആണെന്ന് ഇരിക്കുന്നത്. അപ്പൊ ശരിക്ക് തിരക്കായി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 മണി 10:45 നൈറ്റൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ കൊളംബോയിലേക്ക് വന്നിട്ട് രാത്രിയൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ വെറുതെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാം, നല്ല രസമാണ്. മൊത്തത്തില് നമ്മളൊരു മുട്ടായി തെരുവ് പോയ മാതിരിണ്ടാവും. ഫുള്ള് ആളും ബഹളവും, കുറെ ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ ക്ലോത്തിന്റെ ഷോപ്പാണ്, പക്ഷെ മൊത്തത്തില് മാറി മാറി വരും കേട്ടോ. എല്ലാം മുളകിട്ട് വെച്ചതാട്ടോ, മാങ്ങ, മുന്തിരി എല്ലാം. പള്ളി ഓപ്പൺ ആയിട്ടോ. ഓ കിടിലാണ്, കാണാൻ മാത്രമുണ്ട്. അപ്പം ഇതാണ് മസ്ജിദ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടൂർ ഉണ്ട്, പക്ഷെ ടൂറിന് വെയിറ്റ് ചെയ്ത് തന്നെ നമ്മളെ സമയത്തിനൊക്കെ ബാധിക്കും. ഒരു 15-20 മിനിറ്റ്സ് എടുക്കുന്ന പറയുന്നത്. സോ അതുകൊണ്ട് മതേശനെ നമുക്ക് പോവാം. കുറച്ച് ടൈമായി, 11 മണി കഴിഞ്ഞു. ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്തട്ടെ. 12 മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും എയർപോർട്ട് പിടിക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളൂ. 1.5 മണിക്കൂർ എടുക്കുന്ന പറയുന്നത്. കുറച്ച് സമയം അവിടെ വെറുതെ കളയണ്ടായിരുന്നു, ചാടി പിടിച്ച് വന്നാൽ മതിയായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് AC ബസ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്കുള്ള. ഇതെല്ലാം മറ്റേ വേറെ ചെറിയ ബസ് കിട്ടുമെന്ന് അറിയില്ല. പിക്മി ആപ്പ് ഒന്നും ഒരു രക്ഷയില്ല. ബുക്ക് ചെയ്യുന്ന ആളെത്ര ലേറ്റ്, സമയം മൊത്തം വേസ്റ്റായി. 11:15 തുടങ്ങി ഓട്ടം, 11:40 ബസ് കിട്ടി. ഇനി ഇതെപ്പോൾ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ പ്രൈവറ്റ് ബസ് കയറിയിരുന്നു, അത് പിന്നെ അവരെ പോക്കണ്ടപ്പോൾ ഞാൻ വലിയ ചാടി ഇറങ്ങി. ഇത് ന്യൂ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതുണ്ട്, ഇതിൽ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബസ് കിട്ടുമോ ഫ്ലൈറ്റ് കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ പറന്നോണ്ടിരിക്കാൻ. ശ്രീലങ്കൻ ഹൈവേ ആണത്. എല്ലാവരും ഹൈവേ കയറിയ സ്പീഡ് എന്ന് പറഞ്ഞു 100 കാണിക്കുന്നുണ്ട്. ഇയാൾ അടക്കാൻ പറ്റിലൊക്കെ ചോദിച്ചിട്ട് ആരാംസം പോവാണ്. എന്താവോ എന്തോ. അൽഹംദുലില്ലാ കഴിച്ചിലായി കിട്ടി. ഗേറ്റ് ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റ് ബാക്കിയുള്ള ഓടി എത്തിയാണ്. ഇനി ബാംഗ്ലൂർ ഇറങ്ങി ബാംഗ്ലൂർ മാറി കയറണം. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നേരെ ഉള്ളിലേക്ക് പോകാം. ശരി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്സിന് ടൈം നോക്കാം. ഹൈവേ ബസ്സാണ് എളുപ്പം. 45 മിനിറ്റ്സ് കറക്റ്റ് എടുത്തു അവരോട് എത്താൻ വേണ്ടിയിട്ട്. സിറ്റിയിൽ നിന്ന് പാസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു, അല്ലെ അതിന് വേഗത്തേനെ. ബിരിയാണി, സ്പെഗറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. മിസാലോ മുഷ്കിലുണ്ട്, സൂപ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെതാ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. ഇങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു, എന്തോ ഭയത്തിന് ഉള്ളോട്ട് എത്തി. നമുക്കെല്ലാം നമ്മുടെ കാഴ്ചമാര് കിട്ടുകയും ചെയ്തിട്ടോ. അപ്പൊ നമ്മള് കൊളംബോന്ന് വന്നിട്ട് ബാംഗ്ലൂരാണ് എത്തിയത്. കാരണം ബാംഗ്ലൂർ പോയി കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളൂ. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് അല്ല, നമുക്ക് ഡയറക്റ്റ് കാലിക്കറ്റിലേക്കില്ല, ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ ടീഗണിലെ ഒരു ലോഞ്ച് കാണിട്ടെ. കിഡിലെ ലോഞ്ച് ആട്ടോ, ഫുൾ സെറ്റപ്പ് ലോഞ്ചാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ജ്യൂസ്, പിന്നെ ഇവിടെ ഫുള്ള് സലാഡ്സ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം വരുന്നത്. സലാഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഫുഡ്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഫുഡാണ്. നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് ആള് റഷാണ് ഇതിൻ്റെ അകത്ത്. ഇത്രയും വലിയൊരു ഈ എയർപോർട്ട് മൊത്തം ലോഞ്ചാണുള്ളത്. പിന്നെ കപ്പ് കേക്ക്സ് കാര്യങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ്, ഇതിൽ തന്നെ ഒരുപാട് ഫുഡിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അതിന്റെ പുറമെ ഇനി ലൈവായിട്ട് വേറൊരു കിച്ചണും കൂടി ഉണ്ട് ഇവിടെ. ലൈവ് കിച്ചൺ ആണത്. ചിക്കൻ ഫ്രാങ്ക് റോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ലൈവ് പിസ്സ ഉണ്ട്. പിന്നീട് ഇത് കോഫി ഹൗസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 3-4 മണിക്കൂറൊക്കെ ഇവിടെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറെ തന്നെ ഒരു ലോഞ്ച് വേറെ ഉണ്ട്. പിന്നെതാ വെള്ളം അടിക്കേണ്ട ആളുകൾക്ക് അവിടെ വേറെ ഉണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സാധനമാണ് അത്. CBD 1 ഒരു കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എനിക്ക് ലോഞ്ച് കിട്ടിയത് വിസ കാർഡ്. പിന്നെ ഇവിടെ ലൈവ് കാണിക്കുന്നുണ്ട്, വാഷ്റൂം ഉണ്ട്. പക്ഷെ അത്രയധികം സെറ്റപ്പാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. ലൈവ് ഫ്രം ബാംഗ്ലൂർ കമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ രംഗൻചേട്ടൻ്റെ എയർപോർട്ടിലെത്തി. സ്മൂത്ത് ആയിരുന്നു. അവിടുത്തെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ലോഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അത് നമ്മുടെ കിഡിലെ എയർപോർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്. ടെർമിനൽ 2 അതിന് ടെർമിനൽ 1 പോയിട്ട് അവിടുന്ന് അടുത്ത ഇൻഡിഗോ എടുത്തിട്ട് വേണം നമ്മുടെ നാട്ടിലേക്ക് എത്താൻ. ഇതിന് ഓൾമോസ്റ്റ് എനിക്ക് 648 ദിറംസ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് 20,000 നമുക്ക് അബുദാബിയിൽ നിന്ന് വന്നത് ഇങ്ങോട്ട് ഫ്ലൈറ്റ് മാത്രമായി. പിന്നെ അറൗണ്ട് 20,000 അടുത്ത് നമുക്ക് എക്സ്പെൻസസ് ആയി. അതിന്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ ലാസ്റ്റ് വന്നിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം, എത്ര കോസ്റ്റ് വന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ ശ്രീലങ്ക ഈസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. നല്ല അടിപൊളി കൺട്രിയാണ്. നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിതിന് മുമ്പ് 5 പാർക്ക് കണ്ടിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പോകാം. സെൽഫ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. നല്ല ആൾക്കാരും അടിപൊളിയാണ്. സോ ഇനി ഇവിടുന്ന് കാലിക്കറ്റിൽ എത്തിയോട് സൈൻ ഓഫ് ചെയ്യാനാണ്.